തൊട്ടാവാടിപുരത്തെ അവണക്കാട് നാലുകെട്ട് 64 കലകളിലും കേളികേട്ട മഹാപണ്ഡിതനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മഹാദേവ തിരുമുൽപ്പാടിന്റെ മന. ബഹളം വെക്കാതിരിക്കുക, ഞാൻ വിളിക്കാൻ തിരുമേനിയെ. തിരുമേനി, തിരുമേനി. എന്താ രാമ രാവിലെ ഇവിടെ കിടന്നൊരു ബഹളം? തിരുമേനി, ഇവരുടെ ഈ കൊല്ലത്ത് വിളവെടുപ്പ് കഴിഞ്ഞു, കാഴ്ച വെക്കാൻ വേണ്ടി വന്നതാ. ഓ, അതിനെന്താ വെച്ചോളുക, കാഴ്ച വെച്ചോളുക, വെക്കുക. ഈ കൊല്ലത്തെ കൃഷിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചക്കയും മാങ്ങയൊക്കെ വേണ്ടോളം ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ചക്കയോളം വരുമോ ശങ്കര മാങ്ങ? ഇല്ല തിരുമേനി, ഇക്കൊല്ലവും ചക്ക തന്നെ വലുത്, മാങ്ങ പഴയതുപോലെ കുഞ്ഞിക്കാട്ടി തന്നെ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ആയിക്കോട്ടെ. അവിടെ നിക്ക, നിങ്ങൾ എന്ത് പണിയായി കാണിക്കണേ? കാഴ്ച വെക്കുന്ന വസ്തുക്കൾ തിരുമേനിക്കുള്ളതല്ലേ, അതല്ലേ നാട്ടു നടപ്പ്? അതൊക്കെ പണ്ട്, ഇപ്പൊ പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ. തിരുമേനി പണി പാടിയല്ലോ. ഓ, അവിടെ നിൽക്കുക. ഉണ്ണിമായ ആ സ്വർണ്ണക്കിഴി ഇങ്ങോട്ട് എടുത്തോളുക. തിരുമേനി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ, കാഴ്ച വസ്തുക്കൾ അവർ തിരിച്ചു കൊണ്ടുപോകല്ലേ, പിന്നെ എന്തിനാ പണക്കിഴി കൊടുക്കാൻ? ഇല്ലത്തെ കീഴ്വഴക്കം നമുക്ക് തെറ്റിക്കാൻ പറ്റില്ല. തിരുമേനി, അറിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ പൊറുക്കണം, ഇതൊക്കെ അങ്ങോട്ട് സ്വീകരിച്ചാലും. ഇതങ്ങോട്ട് എടുത്ത് മാറ്റിക്കോളുക. രാമ, ഇതങ്ങോട്ട് എടുത്ത് മാറ്റിക്കോളൂ. ഉണ്ണിമായ ആ സ്വർണ്ണക്കിഴി ഇങ്ങോട്ട് തന്നോളുക. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ തിരുമേനി. ആലോചിക്കാനില്ല, ഇല്ലത്തെ കീഴ്വഴക്കം അത് തെറ്റിക്കാൻ പറ്റില്ല. ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കോളുക. ഇതിനകത്ത് കൊണ്ടോ വെച്ചോളുക. ഇത് സ്വീകരിച്ചു എന്ന് കരുതി നിങ്ങൾ അങ്ങോട്ട് മടങ്ങി പോക്കോളുക. അപ്പൊ ഇല്ലത്തെ കീഴ്വഴക്കം അതൊക്കെ പണ്ട്. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? തീ പിടിച്ച വിലയല്ലേ. എങ്ങനെയുണ്ട് രാമ നമ്മുടെ ബുദ്ധി? കേമം. കണ്ടല്ലോ, ഇതാണ് ഒരിടത്ത് വിത്തിട്ടാൽ 9 വിളവെടുക്കുന്ന സൂത്രശാലിയായ മഹാദേവ തിരുമുൽപ്പാട്. രാമ, ഒരു കാര്യം തന്നോട് പറയണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കാന്നുണ്ട് കുറച്ച് നാളായി. എന്താ തിരുമേനി? രാമൻ അറിയാലോ, നമ്മുടെ അന്തർജനം ദീനം ബാധിച്ച അകത്ത് കിടപ്പാണല്ലോ. അപ്പൊ നമ്മുടെ ഇല്ലത്തെ കാര്യങ്ങൾ ഒന്ന് നോക്കി നടത്താൻ ഒരാള് വേണ്ടേ? അതിനെന്താ, നമുക്കൊരു ബാല്യക്കാരി വെക്കാം. അയ്യോ, ബാല്യക്കാരി വേണ്ട, ബാല്യക്കാരി ശരിയാവില്ല. പിന്നെന്താ ഇപ്പൊ ഒരു പോംവഴി? നോം ഒരു വേളി കൂടി കഴിച്ചാലോ എന്ന് ആലോചിക്കുക. എന്താ രാമന്റെ അഭിപ്രായം? വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോണോ? എന്താ രാമ? അതല്ല തിരുമേനി, തിരുമേനി ഇപ്പൊ തന്നെ ഒരു വേളി കഴിച്ചിട്ടുണ്ടല്ലോ, ഇനി മറ്റൊരു വേളിയുടെ ആവശ്യമുണ്ടോ? അപ്പൊ രാമൻ ഈ പൂച്ചയുടെ കഥ അറിയില്ലേ? ഇല്ല. എന്നാ വാ പറഞ്ഞു തരാം. പൂച്ചക്ക് പൊരിച്ച മീൻ തിന്നാൻ ഒന്ന് മതി, പക്ഷെ ഈ പൂച്ചക്കോ എത്ര പൊരിച്ച മീൻ കിട്ടിയാലും മതിയാവില്ല. എങ്ങനെയുണ്ട് നമ്മുടെ ബുദ്ധി? കഥയുടെ സാരം പിടികിട്ടി തിരുമേനി. തിരുമേനി വേലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. എന്താ രാമ? തിരുമേനിയെ നമ്മുടെ കിള്ളിക്കുറിച്ച് മനയിലെ ഭാനുമതി തമ്പുരാട്ടി ഒന്ന് അന്വേഷിച്ചു. ഭാനുമതി തമ്പുരാട്ടി നമ്മെ തിരക്കുന്നു. എന്താ രാമ നോമി കേക്കണത്? എന്താ തമ്പുരാട്ടി നമ്മെ കുറിച്ച് പറഞ്ഞത്? തിരുമേനിക്ക് നല്ല ചന്ത അത്രേ. അതിലെന്താ അത്ര സംശയം? രാമൻ അറിയില്ലേ നമ്മെ കാണാൻ നല്ല ചന്തം ഉണ്ടെന്ന്? പിന്നെന്താ തമ്പുരാട്ടി പറഞ്ഞത്? തിരുമേനി വലിയ ദാനശീലാന്ന് പറഞ്ഞു. അതും ശരി തന്നെ. ഇപ്പൊ ഈ സന്തോഷ വാർത്ത ഇവിടെ വന്ന പറഞ്ഞ രാമന് നോമിപ്പോ എന്താ അങ്ങോട്ട് തരിക? തിരുമേനിയുടെ ഇഷ്ടം. എന്നാ തൃശ്ശൂരിലുള്ള 10 ഏക്കറും അതിനോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടവും താനും കൂടി പറ്റിയെടുക്കുക. എന്നാ പിന്നെ പതിക്കുക. എന്താ ഇത്, മുദ്രപത്രോ? അതെ, ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. രാമൻ സൗകര്യം പോലെ എഴുതി ചേർത്തോളാം, തിരുമേനി പതിച്ചോളൂ. ഇതാ പതിച്ചിരിക്കണു. എന്താ രാമന് സന്തോഷായില്ലേ? സന്തോഷായി തിരുമേനി. നമുക്ക് സന്തോഷായി. ഇന്ന് നമുക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റണില്ല രാമ. മാനത്ത് വലിഞ്ഞു കയറുവോ? ഇല്ല. നമസ്കാരം. നമസ്കാരം. ആരാ? നമുക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഞങ്ങൾ ഇലക്ഷന്റെ പ്രവർത്തനമായിട്ട് വന്നതാണ്. ഇതാണ് സ്ഥാനാർത്ഥി. എന്താ സ്ഥാനാർത്ഥി കുട്ടിയുടെ പേര്? ദേവി. ദേവി തന്നെ. അല്ല, ഈ ദേവൂട്ടിയെ ഇല്ലം വഴിയൊന്നും നോം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. തിരുമേനിക്ക് മനസ്സിലായില്ലേ? ഇല്ല. ചെറുകഥയൊക്കെ എഴുതുന്ന ആളല്ലേ? അപ്പൊ വലിയ കഥയൊന്നും ഇല്ലല്ലേ? തിരുമേനി, ഈ മാസം 17-ാം തീയതിയാണ് നമ്മുടെ ഇലക്ഷൻ. അതുകൊണ്ട് ഇല്ലത്തെ 6 വോട്ടും ഞങ്ങൾക്ക് തന്നെ തരണം. ഇല്ലത്തെ ഇവിടെ നിന്ന് 6 വോട്ട്, 5 വോട്ടല്ലേ ഉള്ളൂ. അച്ഛൻ തിരുമേനി മരിച്ചുപോയില്ലേ? അച്ഛൻ തിരുമേനി മരിച്ചോ? എങ്ങനെ? അതൊരു വലിയ കഥയാ, പറഞ്ഞു തരാം. അച്ഛൻ തിരുമേനി ഒരു ദിവസം കുളിക്കാൻ വേണ്ടി പുഴയിൽ പോയി. അബദ്ധത്തിൽ കാല് വഴുതി പുഴയിൽ വീണ് ഒഴുക്കിൽപ്പെട്ടു പോയി. ഒരുവിധം നീന്തി തപ്പിത്തടഞ്ഞ് കരക്ക് കയറി അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ മേലേട തിരുമേനി അതിൽ വരികയുണ്ടായി. അച്ഛൻ തിരുമേനി ഒറ്റ ചോദ്യാ, എന്താ പറ്റിയെന്ന്. ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അച്ഛൻ തിരുമേനി അപ്പൊ തന്നെ പുഴയിലൊക്കെ ഒറ്റ ചാട്ടം. എന്നിട്ടോ 7 ദിവസം കഴിഞ്ഞാ ബോഡി കിട്ടിയത്.
കേമൻ. ആ തിരുമേനി, ഇപ്പൊ പഴയതുപോലൊന്നും അല്ല വോട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ എല്ലാം യന്ത്രത്തിലല്ലേ. യന്ത്രോ? ആ, ഇതാണ് വോട്ടിംഗ് യന്ത്രത്തിന്റെ മാതൃക. ഇത് സ്ഥാനാർത്ഥിയുടെ പേര്, ഇത് ചിഹ്നം. ഈ ചുമപ്പ് ബട്ടണിൽ അമർത്തി കഴിയുമ്പോൾ ബീപ്പ് എന്ന് ശബ്ദം കേൾക്കുകയും ലൈറ്റ് തെളിയുകയും ചെയ്യും. അതോടെ തിരുമേനി വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഉവ്വോ. അപ്പൊ മറക്കരുത്, തിരുമേനി എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. എന്താ സംശയം? എന്റെ വോട്ട് ദേവൂട്ടിക്ക് തന്നെ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ആയിക്കോട്ടെ. അവിടെ നിൽക്കുക. നമുക്ക് ഒരു സംശയം കൂടി. എന്താ തിരുമേനി? ഈ വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കുന്ത്രാണ്ടം എങ്ങനെയാണാവോ മടക്കി പെട്ടിക്കാത്തിടുക? തിരുമേനി, പൊക്കോളൂ, പൊക്കോളൂ. തിരുമേനി, ആ. ഈ ദേവൂട്ടിയും തിരുമേനി എന്ന് ധരിക്കെന്ന് പറഞ്ഞായിരുന്നു. എപ്പോ? കുറച്ചു മുമ്പേ. ഉവ്വോ. എന്റെ രാമ, നമുക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റണില്ല. എന്താ ദേവൂട്ടി പറഞ്ഞത്? തിരുമേനി അതിബുദ്ധിമാനാണെന്ന് പറഞ്ഞു. എന്താ അത്ര സംശയം? നോമൊരു ബുദ്ധിമാൻ തന്നെ. പിന്നെന്താ പറഞ്ഞത്? തിരുമേനി മഹാപണ്ഡിതനാണെന്നും പറഞ്ഞു. ഉവ്വ, ഉവ്വ. അതും ശരി തന്നെ. ഇപ്പൊ ഈ സന്തോഷ വാർത്ത നമ്മോട് പറഞ്ഞ രാമന് നോമപ്പി എന്താ അങ്ങോട്ട് തരിക? തിരുമേനിയുടെ ഇഷ്ടം. ഉവ്വോ. എന്നാ മൂന്നാറിലുള്ള 100 ഏക്കർ തേയിലത്തോട്ടം താനങ്ങോട്ട് പതിക്കെടുത്തോളൂ. എന്നാ പിന്നെ പതിക്ക് തിരുമേനി. പതിച്ചിരിക്കണു. എന്താ രാമന് സന്തോഷായില്ലേ? സന്തോഷായി. നമുക്ക് സന്തോഷായി. ഇന്ന് സന്തോഷത്തിലെ ദിവസം തന്നെ. തിരുമേനി ഇവിടെ സന്തോഷിച്ചിരുന്നാ മതിയോ? ഇന്ന് പറമ്പിൽ പണിക്ക് ആളിറങ്ങിയിട്ടുണ്ട്. തിരുമേനി അവിടം വരെ ഒന്ന് ചെല്ലണ്ടേ? എന്താ രാമ ഈ പറയണത്? ഇവിടെ അകത്ത് എന്റെ അന്തർജനം സുഖമില്ലാണ്ട് കിടക്കിയല്ലേ. അപ്പൊ നോമ എങ്ങനെ പാടത്ത് വരും? ആ കാര്യം ഞാനങ്ങ് മറന്നു. ഇന്നാണ് നമ്മുടെ പണിക്കാരെ കൂടാതെ തൊഴിലുറപ്പിന്റെ പെണ്ണുങ്ങളും പണിക്കിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നീ എന്ത് കാട്ടിക്കൂട്ടാൻ ഈ തിരുമേനിയോട് പറഞ്ഞിട്ടും. ഹൈ രാമ, വരണില്ലാന്നുണ്ടോ? എവിടെ? പാടത്ത് പണിക്ക് പോകണ്ടേ? അപ്പൊ അന്തർജനത്തിന് വയ്യാന്ന് പറഞ്ഞിട്ടും. ഒരു ദിവസം പശുവിനെ പാടത്തും കെട്ടാം. വരിക. ഇതാ പറയണത്. അണ്ണാൻ മൂത്താലും മരം കയറ്റം പറക്കൂ. இந்த கத்து வயலில எல்லில்லாலோ எல்லில்லாலோ இணக்கமுள்ள താമൂലമില്ലാലോ. ആ, ഇവിടെ പണിയാണോ നടക്കണത്? പറമ്പിലെ പണിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? തേങ്ങ പറിക്കാൻ പറഞ്ഞിട്ട് പറിച്ചോ? പാക്ക് പറിക്കാൻ പറഞ്ഞിട്ട് പറിച്ചോ? ഇങ്ങോട്ട് വരിക. കോതമ്പ്ര എന്ന് തന്നെയല്ലേ പറഞ്ഞത്? ആ, എന്നാ കുഴപ്പമില്ല. പൊക്കോളൂ. ഹൈ, എന്താ എന്താ ഓടിപ്പോയത്? എന്റെ തിരുമിനെ അത് നിസ്സാരമായ ഒരു ഓന്തല്ലേ. നിസ്സാരായിട്ട് കാണണ്ടാട്ടോ. ഈ ഓന്തെന്ന് പറഞ്ഞ ആരാ? ദിനോസറിന് പോളിയോ കൊടുക്കാതെ ചുരുങ്ങി പോയ സാധനല്ലേ ഈ ഓന്ത്? എന്താ രാമ, നോ വിടുതരം വല്ലതും പറഞ്ഞോ? ആ, എന്നാ കുഴപ്പമില്ല, പണിയെടുക്കുക. പലഹാരമേ പലഹാരം, നല്ല ചൂട് പലഹാരമേ പലഹാരം. ചക്ഷുശ്രവണകൾ അസ്തമാർദ്ദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ. രാമനിശ്രമം പാണ്ഡിത്യം കൊണ്ടൊന്നും നോ പറഞ്ഞില്ല. എന്താ ഒരു ശ്ലോകം? ആട്ടെ, ഇപ്പോ ഈ ശ്ലോകം ഇവിടെ ചെല്ലാൻ എന്താ കാരണം ഉണ്ടായേ? തിരുമേനി വല്ലാത്ത വിശപ്പ്. ഇപ്പോഴല്ലേ ഇല്ലത്തുനിന്ന് പ്രസ്ഥാനം വെട്ടി പിടിങ്ങിട്ട് വന്നത്. വായടക്കിയ എന്നിട്ട് പണിയെടുക്കുക. തിരുമേനി, ഞങ്ങൾക്കുമുണ്ട് വിശപ്പും ദാഹമൊക്കെ. എന്നിട്ട് എന്താ കുട്ടി നേരത്തെ പറയാത്തേ? പലഹാരമേ പലഹാരം, വരിക. നല്ല ചൂട് പലഹാരമേ പലഹാരം. വരിക, പിടിച്ചിറക്കുക. ഇറക്കുക. ഈന്തപ്പഴം ഉണ്ടോ ഒരു പാക്കറ്റ് എടുക്കാൻ? ഇല്ല തിരുമേനി, കായ വറുത്തതുണ്ട്. ഓ, എങ്കിലും ഒരു പാക്കറ്റ് കൂടെ എടുക്കുക. ഈ ഈന്തപ്പഴത്തിന്റെ കാവറത്തത് നോം ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത്ര നല്ലത് വായോ?